ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, ആര്? ഞാൻ സെബാസ്റ്റ്യൻ സാറിൻ്റെ ഒരു പരിചയക്കാരനാണ്. കുറച്ചാൾ മുമ്പേ രണ്ടുപേരും വീട്ടിൽ വന്നില്ലായിരുന്നു. നിങ്ങളാര്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് അവന്മാരെ അവിടെ വിട്ടത്. അന്ന് ചേച്ചി രക്ഷപ്പെട്ടു. ഇനി എന്തായാലും രക്ഷപ്പെടാൻ പോണില്ല. കുടുംബത്തോടെ കത്തിക്കും ഞാൻ. അച്ഛൻ്റെ അടുത്ത് മോൻ്റെ അടുത്ത് കരുതിയിരുന്നോളാൻ പറ. ഈ അജയൻ കളി തുടങ്ങാൻ പോണേ ഉള്ളൂ. എന്താ ഈ പ്രശ്നം? മോളുണ്ടായിരുന്നു. പ്രശ്നമൊന്നുമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളെ, ഇയാളാണെന്നാ അവന്മാരെ നമ്മുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത്. ഇയാളാണോ മമ്മി അത്? അതെ മോളെ, അത് ഞാൻ തന്നെയാ. പക്ഷെ അന്ന് മമ്മിക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മമ്മി രക്ഷപ്പെട്ടു. ഇനി അതുണ്ടാവൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, നിനക്കിട്ട് ഞാൻ അന്നേ ഊങ്ങി വെച്ചതാ. നീ എന്നെ തല്ലിയല്ലേടി? ഇതിന്റെയൊക്കെ പിന്നിൽ നീയാണെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. പിന്നെ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിട്ടതാ, അവധിക്ക് വെച്ചിരിക്കുന്നതാടാ. നിന്റെ കൂടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, അവന്മാരും കരുതിയിരുന്നോ? ഒന്ന് പോ സെബാസ്റ്റ്യൻ സാറേ. എനിക്കിട്ട് കിട്ടിയത് അവിടെ ഇരിക്കട്ടെ. അവന്മാരെ പൊക്കണമെങ്കിൽ സെബാസ്റ്റ്യൻ ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടൂല. സെബാസ്റ്റ്യൻ ഇച്ചിരി കൂടെ മൂക്കണം സാറേ. എടാ, നീ എന്ത് വിചാരിച്ചടാ എന്നെ പറ്റി? സേലത്ത് മേട്ടൂരുള്ള വാടക വീട്ടിൽ അവന്മാരുണ്ട്. എന്താടാ, ഇത്രയും മൂപ്പ് മതിയോ എനിക്ക്? നീ അവസരം പേരോട് പറഞ്ഞു തരണോടാ. കരുതിയിരുന്നോ? എല്ലാത്തിനും ഞാൻ വച്ചിട്ടുണ്ട്. ഭാഗ്യരസി നമ്മളെ സെബാസ്റ്റ്യൻ സാർ അങ്ങനെ പോയാലാ? സാറേ, അവന്മാരെ പൊക്കണേന് മുന്നേ ഇതെല്ലാം ചെയ്തത് സാറിന്റെ മരുമോളുണ്ടല്ല, അവളെ തന്തയാണെന്ന് അവക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോ സാറേ. എടാ, നിന്നെ ഞാൻ ഒന്ന് വിട് സാറേ. പിന്നെ അവക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് സാർ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നമുക്കൊന്നുകൂടെ ഒന്ന് കാണാം. പപ്പ, അയാള് പറഞ്ഞൊക്കെ സത്യമാണോ? ഏയ്, അവൻ ചുമ്മാ വെള്ളം അടിച്ചിട്ട് പിച്ചുപയും പറയുന്നതാ. പപ്പയ്ക്ക് സത്യമൊക്കെ അറിയാം. പറ, അയാള് പറഞ്ഞ സത്യമാണോ? മോളു വാ, നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം.